ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അടിസ്ഥാന മൂല്യങ്ങൾ പലതും വെല്ലുവിളിക്കപ്പെടുന്നു. അവ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. മതനിരപേക്ഷത, ജനാധിപത്യം, ഇപ്പോൾ നിലവിലുള്ള പാർലമെന്ററി ജനാധിപത്യം, ജനങ്ങളുടെ ഒരുമ, ജനങ്ങളുടെ ഐക്യം, ഇതെല്ലാം തകർക്കുന്ന നടപടികളാണ് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതിനോടൊന്നിനോടും യോജിപ്പില്ലാത്ത വിഭാഗമാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ. ഇപ്പോൾ അധികാരത്തിന് നേതൃത്വം കൊടുക്കുന്ന BJP, അവർ RSS നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ്. RSSന്റെ ആശയങ്ങളാണ് ആ സർക്കാർ നടപ്പാക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലമായി നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അവസ്ഥ? ഈ 5 വർഷക്കാലത്തെ പ്രവർത്തന അനുഭവമെടുത്താൽ സമ്പന്നരായവർക്ക് അതിസമ്പന്നരാകാൻ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദരിദ്രരുമായിട്ടുള്ള ആളുകൾ കൂടുതൽ പാപ്പരീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ്. അവരുടെ ഉന്നമനമാണ് ഏതൊരു സർക്കാരും ലക്ഷ്യം വെക്കേണ്ടത്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സർക്കാർ വിരലിലെണ്ണാവുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കാനും അവർക്ക് ആവശ്യമായ പരിരക്ഷ നൽകാനുമാണ് മുന്നിട്ടിറങ്ങിയത്. ഇതിൻ്റെ ഭാഗമായി കോർപ്പറേറ്റുകൾ വലിയ തോതിൽ തടിച്ചു വന്നിരിക്കുന്നു, കൂടുതൽ സമ്പന്നരായിരിക്കുന്നു. ഇവിടെ നാം ആലോചിക്കേണ്ട വിഷയം, എന്തുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വന്നു ചേരുന്നത്? നമ്മുടെ രാജ്യം മഹാഭൂരിപക്ഷം പാവപ്പെട്ടവരുള്ള രാജ്യം. ആ പാവപ്പെട്ടവരെ പരിഗണിക്കാതെ എന്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വൻപിച്ച പരിഗണന ലഭിക്കുന്നു? ഈ പരിശോധനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഴിഞ്ഞ കാലം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്നത്തെ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും, എല്ലാ ജനവിഭാഗങ്ങളും അന്ന് അധികാരത്തിലുള്ള ഗവൺമെന്റിനെ വലിയ തോതിൽ ശപിക്കുകയായിരുന്നു. ഈ രാജ്യത്തെ മുച്ചൂട് മുടിക്കുന്ന ഒരു ഗവൺമെന്റായിട്ടാണ് ജനങ്ങളെല്ലാം ആ ഗവൺമെന്റിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയൊരവസരം അവർക്ക് നൽകിയാൽ ഞങ്ങളുടെ സ്ഥിതി പരമദയനീയമാകും എന്നാണ് ജനങ്ങളെല്ലാം ചിന്തിച്ചത്.
ആ തെരഞ്ഞെടുപ്പിൽ BJP ഈ ജനവികാരം മുതലെടുക്കാനുള്ള പ്രചരണ രീതികളാണ് സ്വീകരിച്ചത്. BJP പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾ മാറ്റും, ദ്രോഹ നടപടികളെല്ലാം അവസാനിപ്പിക്കും, ജനങ്ങൾക്ക് എല്ലാ രംഗത്തും ആശ്വാസം നൽകും. ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞു. വാഗ്ദത്തത്തിൻ്റെ ഒരു സാമ്പിൾ, നമ്മുടെ രാജ്യത്ത് ധാരാളം കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് ഗവൺമെന്റ് സ്വീകരിക്കുന്നു. കള്ളപ്പണം പിടിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീടാണ് വാഗ്ദത്തം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കള്ളപ്പണം പിടിക്കും. അങ്ങനെ കള്ളപ്പണം പിടിച്ചാൽ ഓരോ ആളുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം നൽകാൻ സാധിക്കും. ഇതിൽ പരം ഒരു വാഗ്ദത്തം വരാനുണ്ടോ? കൃഷിക്കാരോട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് കാർഷിക ചെലവും അതിൻ്റെ പകുതിയും കൂടിച്ചേർത്തുള്ള സംഖ്യ താങ്ങുവിലയായി നിശ്ചയിച്ച് നൽകുന്നതാണ്. ഇങ്ങനെ ഓരോ രംഗത്തും വിവിധ വാഗ്ദത്തങ്ങൾ. ജനങ്ങൾ നല്ലൊരു ഭാഗം അതിൽ വീണു. അങ്ങനെയാണ് BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. 2014 BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തുടർന്നു വന്ന ജനദ്രോഹ നടപടികളിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഈ വാഗ്ദത്തം ആ തെരഞ്ഞെടുപ്പിനോടെ മറന്നു, ആ പ്രചരണത്തോടെ മറന്നു. BJPയുടെ മാനിഫെസ്റ്റോവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത്, അതൊക്കെ നടപ്പാക്കാനുള്ളതാണോ, അതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പറയുന്നില്ലേ എന്നാണ്. ഇതാണ് BJPയുടെ സമീപനമുണ്ടായത്. നാം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് 2009 മുതൽ 2014 വരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് നടപ്പാക്കിയ നയത്തിൽ നിന്ന് അണുകിട വ്യത്യാസമില്ലാതെ 2014 മുതൽ 2019 വരെ BJPക്ക് നടപ്പാക്കാനായി? ഇതാണ് ഗൗരവമായി നാം ചിന്തിക്കേണ്ടത്. കേന്ദ്രത്തിൽ അധികാരത്തിലേറിയവരുടെ പേര് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് പകരം BJP വന്നു. പക്ഷേ നയത്തിലൊരു മാറ്റവും ഉണ്ടായില്ല. കോൺഗ്രസിന്റെ അതേ നയം BJPയും സ്വീകരിച്ചതാണ്. രണ്ടു കൂട്ടരും തമ്മിൽ വ്യത്യാസമില്ല. സാമ്പത്തിക നയം ഒന്നാണ്. കോർപ്പറേറ്റുകളോടുള്ള സമീപനം രണ്ടു കൂട്ടർക്കും ഒന്നാണ്. പാവപ്പെട്ടവരോടും അധ്വാനിക്കുന്നവരോടും അവശത അനുഭവിക്കുന്നവരോടും രണ്ടു കൂട്ടർക്കും ഒരേ സമീപനമാണ്. നമ്മുടെ രാജ്യത്തെ തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വത്തോട് രണ്ടു കൂട്ടർക്കും ഒരേ സമീപനമാണ്.
ഇതാണ് നമ്മുടെ ദുരന്തത്തിന് കാരണം. 2014 തെരഞ്ഞെടുപ്പിൽ ദുരിതത്തിനിടയാക്കിയ കോൺഗ്രസിനെ മാറ്റി ജനങ്ങൾ. പക്ഷെ അധികാരത്തിലേറ്റിയത് അതേ ദുരിതം ജനങ്ങൾക്ക് സമ്മാനിക്കുന്ന കൂട്ടരെയാണ്. കോൺഗ്രസിൽ നിന്ന് ആ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ലാത്ത ബിജെപിയാണ്. ബിജെപി ഈ 5 വർഷക്കാലം തുടർച്ചയായി സ്വീകരിച്ച നടപടികൾ ഓരോന്നും ജനങ്ങളെ ദ്രോഹിക്കുന്നതായിരുന്നു. ഏതെങ്കിലും ഒന്ന് ജനങ്ങൾക്ക് അനുകൂലമായതാണ് എന്ന് പറയാനില്ല. ഇവിടെ കർഷകരുടെ ആത്മഹത്യ തുടരുന്നു. വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കർഷകർ നീങ്ങുന്നു. കാർഷിക ചെലവും അതിൻ്റെ പകുതിയും കൃഷിക്കാർക്ക് താങ്ങുവിലയായി നൽകും എന്ന് പ്രഖ്യാപിച്ച ബിജെപി അധികാരത്തിലിരുന്ന മധ്യപ്രദേശ് കർഷക പ്രക്ഷോഭം വന്നപ്പോൾ വെടിയുതിർത്ത് 5 കർഷകരെയാണ് കൊലപ്പെടുത്തിയത്. രാജ്യം ശ്രദ്ധിക്കപ്പെട്ട കർഷക പ്രക്ഷോഭങ്ങൾ പലയിടത്തായി അരങ്ങേറി. തൊഴിലാളികളുടെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ പ്രക്ഷോഭം രാജ്യത്ത് നിരവധി തവണ നടക്കുകയുണ്ടായി. വിവിധ ജനവിഭാഗങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തെരുവിലിറങ്ങുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. നമ്മുടെ രാജ്യത്ത് അഴിമതി വല്ലാതെ പെരുകി. 2014 2009 മുതൽ 14 വരെയുള്ള കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് കാലത്ത് ഒട്ടേറെ അഴിമതിയുടെ പ്രശ്നങ്ങളായിരുന്നു ഉയർന്നു വന്നത്. ബിജെപി ഒരു സദ്ഭരണം വാഗ്ദത്തം ചെയ്തു. അഴിമതിയില്ലാത്ത ഇന്ത്യ വാഗ്ദത്തം ചെയ്തു. പക്ഷേ അന്നത്തേതിനേക്കാളും കൂടുതൽ അഴിമതിയുടെ കാര്യത്തിൽ വീരന്മാരാണ് ഞങ്ങൾ എന്ന് തെളിയിക്കുകയാണ് ബിജെപി ചെയ്തത്. നമ്മുടെ രാജ്യം ഇത്രമാത്രം ദുരിതത്തിലാകാനിടയായത് ഉദാരവൽക്കരണ നയം അംഗീകരിച്ച ഈ 2 കൂട്ടരും തുടർച്ചയായി ഭരിച്ചതുകൊണ്ടാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കിടയാക്കുന്ന ഇപ്പോൾ ജനങ്ങളാകെ തിരിച്ചറിഞ്ഞ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വന്നുകൂടാ. ആ ഗവൺമെന്റ് പരാജയപ്പെടണം. ബിജെപി പരാജയപ്പെടണം. ബിജെപിക്ക് ഒരു തുടർഭരണം ലഭിച്ചാൽ രാജ്യത്തിന് വൻപിച്ച ദുരന്തമാണ് സംഭവിക്കുക. ചിലപ്പോൾ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായേക്കാവുന്ന ദുരന്തം. അതുകൊണ്ട് തന്നെ ബിജെപി പരാജയപ്പെടണം. ഇന്ത്യയിലെ മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ഈ കാര്യം ഉറപ്പായി
അംഗീകരിച്ച് ഇത്തരമൊരവസ്ഥ രാജ്യത്തുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മുടെ രാജ്യം BJP-യിൽ നിന്ന് മുക്തമായ ഒരു രാജ്യമായി മാറുക. അപ്പോൾ ഒരു പ്രശ്നം വരും. ആരാണ് പകരം വരേണ്ടത്? അതിലൊരു സംശയമില്ല. രാജ്യത്ത് പകരം വേണ്ടത് ഒരു മതനിരപേക്ഷ ഗവൺമെന്റാണ്. പക്ഷേ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ കാര്യങ്ങളിലെല്ലാം ഒരു ബദൽ നയം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഗവൺമെന്റ് ആയിരിക്കണം. ഇപ്പോൾ ബദൽ നയത്തോടു കൂടിയ ആഗോളവൽക്കരണ നയത്തിന്റെ ഭാഗമായുള്ള ഉദാരവൽക്കരണത്തിന് ശിങ്കിടി പാടുന്നവരല്ലാത്ത ഒരു ബദൽ നയം നടപ്പാക്കാൻ തയ്യാറുള്ള സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരേണ്ടത്. ഇതാണ് രാജ്യത്ത് ഇടതുപക്ഷവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആഗ്രഹിക്കുന്നത്. ഇതിൽ കോൺഗ്രസിന്റെ റോൾ എന്താണ്? കോൺഗ്രസ് ദീർഘകാലം രാജ്യം ഭരിച്ച പാർട്ടിയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിലായിരുന്നില്ല അവർക്ക് താല്പര്യം. കുത്തക മുതലാളിമാരുടെയും നാടുവാഴികളുടെയും ഭൂവുടമകളുടെയും ഭൂപ്രമാണിമാരുടെയും താല്പര്യം സംരക്ഷിക്കാനായിരുന്നു കോൺഗ്രസിന് വ്യഗ്രത. ഒരു കാലത്തും മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ചതേയില്ല. കോൺഗ്രസിന്റെ സർക്കാർ ഏറ്റവും ഒടുവിൽ അധികാരത്തിലിരുന്നപ്പോഴും ജനങ്ങൾ ആകമാനം വെറുക്കുന്ന, തള്ളിപ്പറയുന്ന ഒരു ഭരണമാണ് കാഴ്ചവെച്ചത്. സ്വാഭാവികമായും അത്തരമൊരു സർക്കാർ തങ്ങളെ നിയന്ത്രിക്കാൻ വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കില്ല. ഇവിടെ ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. BJP പരാജയപ്പെടണം, പകരമൊരു ഗവൺമെന്റ് മതനിരപേക്ഷ ഗവൺമെന്റ് ആകണമെന്ന് പറയുമ്പോൾ ബദൽ നയത്തോടു കൂടിയ മതനിരപേക്ഷ ഗവൺമെന്റ് ആവണം. കോൺഗ്രസ്സുകാര് ചിലരെല്ലാം ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്നുണ്ട്. എന്ത് കണ്ടാണ് സ്വപ്നം കാണുക എന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ സ്വപ്നം കാണാൻ പ്രത്യേക സാഹചര്യമൊന്നും വേണ്ടാലോ, ആർക്കും സ്വപ്നം കാണാലോ. കോൺഗ്രസ് പണ്ട് രാജ്യത്ത് വലിയ ശക്തിയായിരുന്നു, ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്നു രാജ്യത്ത്. കേന്ദ്രത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആയിരുന്നു ഭരണം നടത്തിയത്. ഇപ്പോഴോ രാജ്യത്ത് പരതിയാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉറപ്പായി ജയിക്കും എന്ന് കാണുന്ന ഒരു മണ്ഡലമില്ല എന്താണ് അവസ്ഥ. അത്ര പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് സ്വയമേ വരുത്തി വെച്ചതാണ്, സ്വയം കൃതാനർത്ഥമാണ്. മറ്റാരെയും പഴി പറയേണ്ടതില്ല. ഇപ്പോ കോൺഗ്രസിന്റെ പഴയ നേതൃനിര കോൺഗ്രസിനോടൊപ്പം തന്നെയുണ്ടോ? അവരിൽ നല്ലൊരു ഭാഗം BJP-യുടെ കൂടെയാണ്.
BJPയുടെ വിവിധ മന്ത്രിസഭകളിൽ, BJPയുടെ പാർലമെന്റ് അംഗങ്ങളിൽ, BJP നേതാക്കളിൽ നേരത്തെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നവരാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത്? BJP RSS നേതൃത്വം അംഗീകരിച്ച ഒരു പാർട്ടിയാണ്. RSS മറയില്ലാതെ വർഗീയത പ്രചരിപ്പിക്കുന്നവരാണ്. ആ വർഗീയതയുടെ ഭാഗമാകാൻ BJP ആകാവുന്നതെല്ലാം ചെയ്യുകയാണ്. സർക്കാരുകൾ വന്ന ഘട്ടത്തിലെല്ലാം RSSന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ഭരണമാണ് സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും BJP കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ സർക്കാരുകൾ വരുന്നതിന് മുൻപ് തന്നെ RSSന്റെ പ്രവർത്തനം ഇവിടെയുണ്ട്. അത്തരം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ RSSൽ നിന്ന് മാറി നിന്ന് RSS ഉയർത്തുന്ന വർഗീയ നിലപാടുകളെ ശക്തമായി എതിർക്കാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഏതെങ്കിലും സമയം തയ്യാറായിട്ടുണ്ടോ? ഒരു ഘട്ടത്തിലുമില്ല. അവർക്ക് താല്പര്യം അവരുമായി സമരസപ്പെടലായിരുന്നു. അവരുമായി സമരസപ്പെടുന്നതിൻ്റെ ഭാഗമായി അവരുടെ ആശയത്തെ എതിരിടാൻ തയ്യാറായില്ല. അവരുടെ ആശയത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന നില വന്നു. പടിപടിയായി വളർന്ന് അതെവിടം വരെ എത്തി? രാജ്യത്തിൻ്റെ മതനിരപേക്ഷ അടയാളം അതായിരുന്നു ബാബറി മസ്ജിദ്. ആ ബാബറി മസ്ജിദ് തകർക്കാൻ വർഗീയ ശക്തികൾ കൊമ്പും കുലുക്കി വന്നു. ആ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ്, കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എല്ലാ ഒത്താശകളും അവർക്ക് ചെയ്തു കൊടുത്തു. നിസ്സംഗത, മൗനം. അതിൻ്റെ ഭാഗമായി സംഘപരിവാറിനും വർഗീയ ശക്തികൾക്കും ബാബറി മസ്ജിദ് തകർക്കാൻ കഴിഞ്ഞു. തകർത്തത് വർഗീയ ശക്തികൾ തന്നെ. അവർക്ക് തകർക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ കേന്ദ്ര സർക്കാർ പാലിച്ച നിസ്സംഗത കൊണ്ട്, അല്ലെങ്കിൽ ഈ തകർക്കലിന് കൂട്ടുനിന്നുകൊണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഉറച്ച സ്വരം വർഗീയതയ്ക്കെതിരെ BJPയിൽ നിന്നുണ്ടായോ? കോൺഗ്രസിൽ നിന്നുണ്ടായോ? BJP ഉയർത്തുന്ന വർഗീയത, RSS ഉയർത്തുന്ന വർഗീയത, അതിനെതിരെയുള്ള ഉറച്ച സ്വരം ഏതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്നുണ്ടായോ? അങ്ങനെയൊന്നും എടുത്ത് പറയാനേ നമുക്ക് ആർക്കും കഴിയില്ല. കാരണം നമ്മളാരും അങ്ങനെയൊന്നും കണ്ടില്ല, കേട്ടില്ല. ഇപ്പോ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നു, RSSന്റെ നയം നടപ്പാക്കുന്നു. ആ ഘട്ടത്തിൽ എന്താണ് കോൺഗ്രസ് ചെയ്തത്? RSSന്റെ നയത്തിന്റെ ഭാഗമായി ബാബറി മസ്ജിദ് സ്ഥിതി ചെയ്ത സ്ഥലത്ത്
രാമക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ദീർഘകാലമായി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന പ്രശ്നം ഒരു വർഗീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാനും വർഗീയ സംഘർഷവും വർഗീയമായ ചേരിതിരിവും സൃഷ്ടിക്കാനും സംഘപരിവാർ ശ്രമിക്കുന്നു. BJP സർക്കാർ അതിന് നേതൃത്വം കൊടുക്കുന്നു. ആ ഘട്ടത്തിൽ ചില BJP നേതാക്കളുടെ പ്രസ്താവന, അവരുടെ കൂട്ടത്തിൽ കേന്ദ്രമന്ത്രിമാരുണ്ട്, സംസ്ഥാന മുഖ്യമന്ത്രിമാരുണ്ട്, BJP നേതാക്കളുണ്ട്, പാർലമെന്റ് അംഗങ്ങളുണ്ട്, പല പ്രധാനപ്പെട്ടവരുമുണ്ട്. എന്താ പ്രസ്താവന? സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തൽ. സുപ്രീം കോടതിയോട് പറയാണ്, നിങ്ങളെ സമ്മതം വാങ്ങിയല്ല ആ കെട്ടിടം ഞങ്ങൾ പൊളിച്ചത്, ഇനി നിങ്ങളുടെ സമ്മതം വേണ്ട അവിടെ രാമക്ഷേത്രം പണിയാൻ. രാജ്യത്ത് എത്രമാത്രം അപലപനീയമായ നിലപാട് BJP സ്വീകരിക്കുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമായത്. സാധാരണഗതിയിൽ മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം അതിനിശ്ചിതമായി ആ നിലപാടിനെ വിമർശിക്കും. ഞങ്ങൾ വിമർശിച്ചു, രാജ്യത്ത് പലരും വിമർശിച്ചു. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നുള്ള വിമർശനം കേട്ടോ? കോൺഗ്രസ് എന്തേ വിമർശിക്കാതിരുന്നത്? എന്തേ അവരുടെ പ്രസ്താവനകൾ നമുക്ക് കാണാൻ കഴിയാതിരുന്നത്? പ്രസ്താവന ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രസ്താവനയുണ്ടായി. അത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് ജോഷിയുടെ ഭാഗത്തുനിന്നായിരുന്നു. ജോഷി രാജ്യത്തോട് പറഞ്ഞു, രാമക്ഷേത്രം ഞങ്ങളാണ് നിർമ്മിക്കുക, ഞങ്ങൾ അധികാരത്തിൽ വരും, അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കും. എന്താ ആ പ്രസ്താവനയുടെ അർത്ഥം? ആ പ്രസ്താവന ആർക്ക് സഹായകരമായിട്ടാണ് വന്നത്? അത് കണ്ടെത്താൻ വലിയ വിശകലന വൈദഗ്ധ്യമൊന്നും വേണ്ടാലോ. ആ ഘട്ടത്തിൽ കത്തി നിൽക്കുന്ന വർഗീയ പ്രചരണം, സംഘപരിവാർ അഴിച്ചുവിട്ട വർഗീയ പ്രചരണം, അതിന് എണ്ണയൊഴിച്ചു കൊടുക്കുന്ന പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നിങ്ങൾ ആരെ സംരക്ഷിക്കുന്നു? മതനിരപേക്ഷതയെ സംരക്ഷിക്കാനാണെങ്കിൽ അത്തരമൊരു പ്രസ്താവന പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഇനി കുറച്ച് നാൾ മുൻപുള്ളത്, വളരെ പഴയതല്ല, കുറച്ച് നാൾ മുൻപ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പശുവിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്ന സ്ഥിതിയുണ്ടായി. ഗോമാതാവിനെ സംരക്ഷിക്കാൻ വീട്ടിൻ്റെ അടുക്കളയിൽ സൂക്ഷിച്ച ഭക്ഷ്യസാധനമെടുത്ത് ആളെ കൊലപ്പെടുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒരു തെറ്റും ചെയ്യാത്തവർ കൊലക്കത്തിക്കിരയാകുന്നത് നമ്മൾ കണ്ടു. എല്ലാം സംഘപരിവാറാണ് ചെയ്തത്. വൻപിച്ച പ്രചരണം ഗോമാതാവിനെക്കുറിച്ച്, പശുവിനെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് വലിയ വർഗീയ തീ ആളിക്കത്തിക്കുന്ന പ്രചരണം. ഇതിനെതിരെ എല്ലാ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളുണ്ടായി. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ഉറച്ച സ്വരം നമുക്ക് ആർക്കും കേൾക്കാനായില്ല.
കേട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് ദിഗ്വിജയ് സിംഗ് അദ്ദേഹം ആ ഘട്ടത്തിൽ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞു, ഗോവധം നിരോധിച്ചത് ഞങ്ങളാണ്, കോൺഗ്രസിന്റെ നേതൃത്വമുള്ള സംസ്ഥാന ഗവൺമെന്റുകളാണ് ഗോവധം നിരോധിച്ചത്. എന്നിട്ട് ഈ സംസ്ഥാനങ്ങളുടെ പേരുകളുണ്ട്. നിങ്ങൾ എവിടെ ചാരി നിൽക്കാനാണ് ആ പ്രസ്താവനയുടെ ശ്രമിച്ചത്? പശുവിൻ്റെ പേരിൽ വർഗീയ സംഘർഷമുണ്ടാക്കാനും ആളെ കൊല്ലാനും ഒരുങ്ങി പുറപ്പെടുന്ന സംഘപരിവാറിനോടൊപ്പം ചാരി നിൽക്കാനല്ലേ നിങ്ങളുടെ ഈ പ്രസ്താവന വഴിവെച്ചത്? എന്തിനാണ്? വർഗീയത ആളിക്കത്തിക്കുന്ന നിലപാട് സംഘപരിവാർ സ്വീകരിക്കുമ്പോൾ അതിൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത്? ഇപ്പോ തെരഞ്ഞെടുപ്പ് ഘട്ടം, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ RSSന് വേണ്ടി BJPയും BJP നേതാക്കളും, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവർ, എല്ലാ തരത്തിലും വർഗീയ വികാരം ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നത്. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഒരു വർഗീയ വികാരം ഉണ്ടാക്കാൻ കഴിയുമോ? അതിലൂടെ തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ? ഇതാണ് ശ്രമം. സാധാരണഗതിയിൽ അതിൻ്റെ ഭാഗമാകാതെ മതനിരപേക്ഷ ശക്തികൾ മാറി നിൽക്കണ്ടേ? അതിനെ ശക്തമായി വിമർശിക്കണ്ടേ? എന്നാൽ കോൺഗ്രസ് നിലപാട് നോക്കണം. കോൺഗ്രസിൻ്റെ നേതാവ്, ആ നേതാവിനെക്കുറിച്ച്, പരമോന്നത നേതാവിനെക്കുറിച്ച് അദ്ദേഹത്തിന് താഴെയുള്ള നേതാക്കൾ ഈ ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്താ പറഞ്ഞത്? അദ്ദേഹം പൂണൂലിട്ട ബ്രാഹ്മണനാണ്. ഇരിക്കട്ടെ, എന്തിനു പറഞ്ഞു അത്? അതിനോടൊപ്പം ചേർത്ത് വായിക്കണം. കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ ശിവഭക്തനായി ചിത്രീകരിച്ചത്. എന്തിനായിരുന്നു അത്? ഇതിനോടൊപ്പം പ്രചരണത്തിൽ ചെല്ലുന്ന നേതാവ് അവിടെയുള്ള എല്ലാ ആരാധനാലയങ്ങളിലേക്കും, പ്രത്യേകിച്ച് ഹൈന്ദവ ആരാധനാലയങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. സ്ഥിരമായി അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരത്തിൽ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്ന് രാജ്യം തിരിച്ചറിയുമായിരുന്നു. പക്ഷേ മുൻപൊന്നും കാണിക്കാത്തൊരു പ്രവണത ഇപ്പോ വ്യാപകമായി വരുമ്പോൾ എന്തിന്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഈ പറഞ്ഞതെല്ലാം സാധാരണ BJPയും സംഘപരിവാർ നേതാക്കളും കാണിക്കുന്നതാണ്. അപ്പോൾ കോൺഗ്രസ് BJPയുടെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് കളിക്കുന്നത്.
ബി.ജെ.പിയുടെ തട്ടകത്തിൽ നിന്നുകൊണ്ടാണ് കളിക്കുന്നത്. ഇതാണ് നാം കാണേണ്ട ഒരു വസ്തുത. മതനിരപേക്ഷമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം. അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിക്കാൻ കഴിയുന്നുണ്ടോ? വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാത്തത് കൊണ്ട് കോൺഗ്രസിന്റെ പല പ്രധാനികൾ പല ഘട്ടങ്ങളിലായി ബി.ജെ.പിയിൽ ചേക്കേറി. അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ഓർത്താൽ മതി. ഞാൻ ആരുടെയും പേരുകളിലേക്കൊന്നും പോകുന്നില്ല. എല്ലാവരുടെയും നാക്കിൻ തുമ്പിൽ പേരിങ്ങനെ വരുന്നുണ്ടാവും. ഗോവ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടുതൽ സീറ്റ് കോൺഗ്രസിന്, ബി.ജെ.പിക്ക് സീറ്റ് കുറവ്. അവിടെ മന്ത്രിസഭ രൂപീകരിച്ചത് ബി.ജെ.പി. എങ്ങനെയാ മന്ത്രിസഭ രൂപീകരിക്കാനായത്? കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചവര് പെട്ടെന്ന് തന്നെ ബി.ജെ.പി ആയി മാറി. ഏതാനും ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണിത്. വലിയ മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിൽ കോൺഗ്രസിന്റെ ആളുകളെല്ലാം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാണ്. അവരെല്ലാം കൂറുമാറി ബി.ജെ.പിയിലേക്ക് ഏതാനും ദിവസം കൊണ്ടുപോകുന്നു. എങ്ങനെ വിശ്വസിക്കും നമ്മൾ ആളുകളെ? കോൺഗ്രസിന്റെ ഏത് തലത്തിലുള്ള ആളുകളെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പൊ ത്രിപുരയിലെ മരുന്നിന് കൂട്ടാൻ പോലും ബി.ജെ.പി ഉണ്ടായിരുന്നില്ല. അവിടെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു. ഇപ്പോ ബി.ജെ.പിയാണ് അവിടെ ഭരിക്കുന്നത്. എങ്ങനെയാണത്? അതിലൊരു ഘടകം, അവിടെ ബി.ജെ.പി പാർട്ടി എങ്ങനെ വന്നു എന്നുള്ളത്. ബി.ജെ.പി എന്ന പാർട്ടി എങ്ങനെ വന്നു? കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നിയമസഭാംഗങ്ങൾ ഒന്നായി ബി.ജെ.പി ആയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ അങ്ങനൊരു കാര്യം? ഒരു പാർട്ടി ഒന്നാകെ മറ്റൊരു പാർട്ടിയാകൽ. എം.എൽ.എമാര് മാത്രമല്ല, കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള അവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയിലെ ഒട്ടുമിക്കവരും, സംസ്ഥാന കമ്മിറ്റി ആകെ എന്ന് പറയാം, നേരെ ബി.ജെ.പി ആയി. എന്തൊരു വിചിത്രമായ നിലയാണെന്ന് നോക്കണം. ഇങ്ങനൊരു പാർട്ടിയെ കാണാൻ പറ്റൂ? അതോടൊപ്പം വടക്ക് കിഴക്കൻ മേഖലയാകെ ഇടിക്കും. വടക്ക് കിഴക്കൻ മേഖലയിൽ ബി.ജെ.പിയുടെ ഗവൺമെന്റ് ആയിരുന്നില്ല എവിടെയും. ചിലയിടത്ത് ഒന്നോ രണ്ടോ ബി.ജെ.പിക്കാരുണ്ടായിരുന്നു എന്ന് പറയാവണമെങ്കിൽ. ഭൂരിഭാഗം സ്ഥലത്തും കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരുന്നു. ഇപ്പോ എല്ലായിടവും ബി.ജെ.പി ഗവൺമെന്റ്. എങ്ങനെ വന്നതാണത്? എങ്ങനെയാണ് ബി.ജെ.പിക്ക് ഗവൺമെന്റ് രൂപീകരിക്കാനായത്? തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഭൂരിപക്ഷം കിട്ടിയതാണോ? അങ്ങനെയല്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, മന്ത്രിമാര്, കോൺഗ്രസ് മന്ത്രിസഭ നിലനിൽക്കുന്നു. അപ്പോഴതാ മന്ത്രിമാരും നിയമസഭാംഗങ്ങളും എല്ലാം കൂടി മാറി ബി.ജെ.പിയിലേക്ക് പോകുന്നു. അതേ നിയമസഭയിൽ ബി.ജെ.പി മന്ത്രിസഭ രൂപീകരിക്കുന്നു. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഇത്തരമൊരു പാർട്ടിയെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം
നമ്മളെയൊന്നും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാനിടയില്ല. ഒരു പത്രവാർത്ത, മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് BJP-യിലെത്തി. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. തൊട്ടു പിന്നാലെ പിറ്റേ ദിവസം മറ്റൊരു വാർത്ത, അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലെത്തി. ഇതിലേതാ ശരി? രണ്ടും ശരി. അതങ്ങനെ രണ്ടും ശരിയാകുക? ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെ പോലൊരാള് നേരെ BJP-യിലേക്ക് ചെന്ന് കയറുകയാണ്. അത് ശരിയാണ്? അപ്പൊ അദ്ദേഹത്തെ കണ്ട് പിന്നെ വാഗ്ദത്തങ്ങളൊക്കെ നൽകി പിന്നെ തിരിച്ചിങ്ങോട്ട് പിടിക്കുന്നു. അദ്ദേഹം കോൺഗ്രസ്സായി മാറുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൽ തിരിച്ചു വരുന്നു. ഇങ്ങനൊരു നാണം കെട്ടിയ അവസ്ഥ കോൺഗ്രസ് പാർട്ടിക്കല്ലാതെ എവിടെയെങ്കിലും കാണാൻ പറ്റും? ഇവിടെയാണ് കേരളത്തെ കാര്യം ആലോചിക്കേണ്ടത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാര് ചില പേരുകൾ തന്നെ, പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാം നാക്കും മുമ്പിലുണ്ടാവും. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. എത്തി എവിടെ? BJP-യിലേക്ക് എത്തി. അപ്പോൾ ഉടനെ പിറ്റേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇല്ല, അദ്ദേഹം കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എന്തൊരു ഗതികേടാണെന്ന് നോക്കണം. നാളെ ഇത്തരക്കാരെവിടെ നിൽക്കും? ഇങ്ങനെ പേര് വന്നവരും പരാമർശിക്കപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ എങ്ങനെ രാജ്യത്തിന്റെ അനുഭവത്തിൽ വിശ്വസിക്കും? ഇതൊരു നിർണായകമായ സന്ദർഭമാണ്. രാജ്യത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടം. അത്തരമൊരു ഘട്ടത്തിൽ നിലപാടുകൾ വ്യക്തമായിരിക്കണം. ഇത് നമ്മുടെ രാജ്യത്ത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ നല്ലതുപോലെ ചോദിക്കും. കേരളത്തിന്റെ അവസ്ഥ, നേരത്തെ ഇതുപോലൊരു ഘട്ടം നാം നേരിട്ടിട്ടുണ്ട്. അത് 2004-ൽ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന BJP-യുടെ സൗമ്യമുഖം വാജ്പേയി പ്രധാനമന്ത്രിയായി ഗവൺമെന്റ് നിൽക്കുന്ന കാലം. പക്ഷെ ആ സൗമ്യമായ മുഖം നടപ്പാക്കിയതെല്ലാം RSSന്റെ നയമായിരുന്നു. ഇതേപോലെ തന്നെ 6 വർഷം അവസാനിക്കുന്നു. പിന്നീട് ഒരു 5 വർഷം കൂടി തുറന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി വൻപിച്ച അപകടത്തിലാവും എന്ന് രാജ്യം തിരിച്ചറിയുന്നു. ആ ഘട്ടത്തിൽ അവരെ താഴെയിറക്കണം എന്ന നിലയിൽ അതിശക്തമായ പ്രചരണം രാജ്യമാകെ ഉയർന്നു വരുന്നു. അത്തരമൊരു പൊതുവികാരം ഉയർന്നു വരുന്നു. നമ്മുടെ കേരളം അതിന്റെ മുൻപന്തിയിൽ നിന്നു. കേരളം അന്നൊരു തീരുമാനമെടുത്തു. ഇത്തരം കാര്യങ്ങളിൽ ഉറപ്പായി വിശ്വസിക്കാവുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് 20-ൽ 18 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചത്. നിങ്ങൾ മറന്നുപോകാനിടയില്ല നടന്ന ആ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകതകൾ. ഇതാണ് 2004-ലെ അനുഭവം. ഇപ്പോ അതിനേക്കാളും കൂടുതൽ ഉത്കണ്ഠ രാജ്യത്ത് വളർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അന്ന് 18 അതിൽ കൂടുതൽ സീറ്റുകൾ കേരളത്തിലെ ജനങ്ങൾ നൽകി സഹായിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം പിന്നെ ശങ്കിക്കേണ്ടതില്ല.
നിലപാടുകളിൽ അശേഷം ചാഞ്ചല്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഒരേപോലെ ഇന്ന് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ വ്യക്തതയാർന്ന നിലപാടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാജ്യം നേരിടുന്ന വർഗീയതയുടെ വിപത്തിനെ നേരിടാൻ, അതിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ തയ്യാറുള്ള, ജനദ്രോഹപരമായ നടപടികൾ സ്വീകരിക്കാത്ത ഒരു സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം വളരെ വലുത് ആവശ്യമാണ്. ഞങ്ങൾ പ്രധാനമായും കാണുന്ന ഒരു കാര്യം അതുകൂടിയാണ്. ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം നല്ലതുപോലെ വർദ്ധിക്കണം പാർലമെന്റിൽ. ഇവിടെ ബദൽ നയം എന്ന് പറയുമ്പോൾ ബദൽ നയം നടപ്പാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഉദാരവൽക്കരണ നയമല്ല നമ്മളിവിടെ നടപ്പാക്കുന്നത്. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 3 വർഷം തികയുന്നേയുള്ളൂ. അതിനു മുൻപുള്ള 5 വർഷക്കാലം ഇവിടെ UDF ഗവൺമെന്റ് നടപ്പാക്കിയത് ഈ പറഞ്ഞ ഉദാരവൽക്കരണ നയമായിരുന്നു. അതിൻ്റെ കെടുതി നാം അനുഭവിച്ചതാണ്. ഞാനതിലേക്കാകെ വിശദമായിട്ട് ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ഓർത്താൽ മതി, എന്തായിരുന്നു 2016 കേരളത്തിൻ്റെ അവസ്ഥ. അന്ന് കേരളീയര് അപമാനം കൊണ്ട് തലകുനിക്കുന്ന അവസ്ഥ വന്നു. കാരണം നമ്മുടെ നാട് അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 1ാമത്തെ സംസ്ഥാനമായി മാറി. അത്ര വ്യാപകമായ അഴിമതി. ഭരണാധികാരികളിൽ അഴിമതി ആരോപണത്തിന് വിധേയരാകാത്തവർ ഇല്ല എന്നീ അവസ്ഥ. നമ്മുടെ നാട്ടുകാര് ഇത്തരമൊരു നാട്ടിലായിപ്പോയല്ലോ ജീവിക്കുന്നത് എന്ന് പരിതപിക്കുന്ന നില. LDF വന്നു, 3 വർഷം തികഞ്ഞില്ല, തികയാൻ പോകുന്നു. ഇപ്പോഴെന്താ സ്ഥിതി? ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്നാര് പറയുന്നു? ഇന്ത്യ ഗവൺമെന്റ് തന്നെ പറയുന്നു, അവരുടെ ഏജൻസികൾ പറയുന്നു. ഇതോടൊപ്പം ആ കാലത്ത് നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന ഒരുപാട് ജീർണതയുടേതായ പ്രശ്നങ്ങൾ, അങ്ങേയറ്റം നാറ്റം വമിക്കുന്ന, പരസ്യമായി തന്നെ മൂക്ക് പിടിക്കേണ്ടി വരുന്ന അവസ്ഥ, എന്തെല്ലാം വൃത്തികേടുകൾ, ഏതെല്ലാം തരത്തിലാണ് ഉയർന്നു വന്നത്. എല്ലാവരും മാനസികമായി വേദനിച്ചല്ലോ, എൻ്റെ നാടിങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട്. മുഖ്യമന്ത്രി മലപ്പുറത്ത് സംസാരിക്കുകയായിരുന്നു.